വെൽക്കം ടു സുവോളജി ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ കിഡ്നിയുടെ ഫങ്ഷൻ എങ്ങനെ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഓസ്മോ റെഗുലേഷനുമായി ബന്ധപ്പെട്ട കിഡ്നിയുടെ റെഗുലേഷൻ എന്താണത്? അതായത് വെള്ളത്തിന്റെ അളവ് കൂടുതലും കുറവ്, നമ്മുടെ ശരീരത്തിന് വെള്ളത്തിന്റെ അളവ് കുറയുമ്പോൾ എങ്ങനെയാണ് വെള്ളത്തിന്റെ അളവ് കുറയുക? അത് പല കാരണങ്ങൾ കൊണ്ട് വെള്ളത്തിന്റെ അളവ് കുറയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് സ്വെറ്റിംഗ് വഴി വെള്ളം നഷ്ടപ്പെടുന്നതാവാം, വെള്ളം കുടിക്കാതിരിക്കുന്നത് കൊണ്ട് വെള്ളത്തിന്റെ അളവ് കുറയുന്നതാവാം, അല്ലെങ്കിൽ വൊമിറ്റിംഗ്, കണ്ടിന്യൂസ് വൊമിറ്റിങ്ങോ ഡയറിയോ വയറിളക്കമോ പോലുള്ള സന്ദർഭങ്ങളിൽ ഡീഹൈഡ്രേഷൻ സംഭവിക്കാം, അല്ലെങ്കിൽ വെള്ളത്തിന്റെ അളവ് കുറയാം. അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഓസ്മോ റിസപ്റ്റേഴ്സ്, നമ്മുടെ ശരീരത്തിലുള്ള ഓസ്മോ റിസപ്റ്റേഴ്സ് ഹൈപ്പോതലാമസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ഈ ഹൈപ്പോതലാമസ് ADH ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ആന്റി ഡയൂററ്റിക് ഹോർമോൺ അല്ലെങ്കിൽ വാസോപ്രസിൻ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ വാസോപ്രസിൻ നമ്മുടെ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൻ്റെയും അതുപോലെ കളക്റ്റിംഗ് ട്യൂബ്യൂളിൻ്റെയും വാട്ടറിന് പെർമിബിളാക്കി മാറ്റുന്നു. അപ്പോൾ വാട്ടർ അൾട്രാ ഫിൽറ്ററിൽ നിന്നും കൂടുതലായിട്ട് റീഅബ്സോർബ് ചെയ്യപ്പെടുന്നു, ബ്ലഡിലേക്ക് റീഅബ്സോർബ് ചെയ്യപ്പെടുന്നു. അങ്ങനെ നമ്മുടെ ബ്ലഡിലുള്ള വെള്ളത്തിന്റെ കുറവ് ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കുന്നു. ഇനി നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് ആവശ്യമുണ്ട് എന്ന് വിചാരിക്കാം. നമ്മൾ ഇഷ്ടം പോലെ വെള്ളം കുടിക്കുന്നു, വെള്ളം അങ്ങനെ നഷ്ടപ്പെടുന്നില്ല. വെള്ളത്തിന്റെ അളവ് ഉണ്ട് എങ്കിൽ ADH ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഹൈപ്പോതലാമസ് will cease to produce ADH, and so what happens? The wall of the DCT and the collecting tubule remains impermeable to water. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക? വെള്ളം റീഅബ്സോർബ് ചെയ്യുന്നില്ല, വെള്ളം അൾട്രാ ഫിൽറ്ററിൽ അല്ലെങ്കിൽ യൂറിനിൽ തന്നെ വെള്ളം നിൽക്കുന്നു എന്നാണ് അർത്ഥം. അതിൻ്റെ അർത്ഥം എന്താണ്? ഡൈല്യൂട്ട് യൂറിനാണ് നമ്മൾ പുറത്തേക്ക് കളയുക, വിത്ത് മച്ച് വാട്ടർ ഇൻ ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഓസ്മോ റെഗുലേഷനുമായി ബന്ധപ്പെട്ട നമ്മുടെ കിഡ്നിയുടെ ഒരു റെഗുലേഷൻ. സോ that takes place with the help of ADH or vasopressin produced by hypothalamus. ഇനി കിഡ്നിയുടെ മറ്റൊരു ഫംഗ്ഷൻ നമുക്കറിയാം, പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് ഫിൽറ്ററിങ് ദ ബ്ലഡ്. ബ്ലഡിന്റെ ഫിൽട്രേഷൻ നടക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്ലോമറുലസിലാണ്. നമ്മൾ അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയുന്നു. ഇതൊരു പ്രഷർ ഫിൽട്രേഷനാണ്. സോ സഫിഷ്യന്റ് പ്രഷർ ഈസ് റിക്വയർഡ് ഫോർ ഫിൽട്രേഷൻ. അതെങ്ങനെയാണ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ബോഡി, നമ്മുടെ ബ്ലഡ് പ്രഷർ, നമ്മുടെ ജനറൽ ബ്ലഡ് പ്രഷർ ഉണ്ടാകുന്ന വേരിയേഷൻ, ഏറ്റക്കുറച്ചിൽ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, ഗ്ലോമറുലാർ പ്രഷറിനെയും ബാധിക്കും. ഇപ്പം നമ്മുടെ ജനറൽ ബോഡി പ്രഷർ, ബ്ലഡ് പ്രഷർ കൂടുമ്പോൾ ഗ്ലോമറുലസിലും ആ കൂടുതലുണ്ടാവും. കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൂടുതൽ ഗ്ലോമറുലസിലുണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഓൾറെഡി ഗ്ലോമറുലസിൽ നമ്മുടെ ജനറൽ ബ്ലഡ് പ്രഷറിനേക്കാൾ കൂടുതൽ, വളരെ കൂടുതലായിരിക്കും ഗ്ലോമറുലാർ ബ്ലഡ് പ്രഷർ. അതെങ്ങനെ ആണ് ആ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞു. എങ്ങനെയാണത്? അഫറന്റ് ആർട്ടീരിയോൾ ഈസ് ഡബിൾ ദ സൈസ് ഓഫ് ദി ഇഫറന്റ് ആർട്ടീരിയോൾ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ജനറൽ ബ്ലഡ് പ്രഷർ കുറഞ്ഞു കഴിയുമ്പോൾ ദാറ്റ് ഡിക്രീസസ് ദ ഗ്ലോമറുലാർ പ്രഷർ ഓൾസോ. അപ്പോൾ ഇത് രണ്ടും, ഇതിനുണ്ടാകുന്ന ഏറ്റക്കുറച്ചിൽ നല്ലതല്ല. ഇതിങ്ങനെ പേടിയും കുറഞ്ഞ് എപ്പോഴും നിൽക്കുന്നത് നല്ലതല്ല. അതൊരു കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തണം. അതായത് ഗ്ലോമറുലാർ പ്രഷർ, നമ്മുടെ ജനറൽ ബ്ലഡ് പ്രഷർ എന്ത് തന്നെ ആയാലും ഗ്ലോമറുലാർ പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തുന്ന ഒരു മെക്കാനിസം നമ്മുടെ ശരീരത്തിലുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബ്ലഡ് പ്രഷർ കുറഞ്ഞാൽ, നമ്മുടെ ജനറൽ ബ്ലഡ് പ്രഷർ കുറഞ്ഞാൽ കിഡ്നി അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ബ്ലഡ് പ്രഷർ കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ there is a tendency to decrease the glomerular pressure also. അങ്ങനെ ഗ്ലോമറുലസിലെ പ്രഷർ കുറഞ്ഞാൽ അത് എതിരെ ബാധിക്കും? അൾട്രാ ഫിൽട്രേഷനെ അത് ബാധിക്കും. അപ്പോൾ അൾട്രാ ഫിൽട്രേഷനെ ബാധിച്ചാൽ എന്താ സംഭവിക്കാം? വേണ്ടത്ര അളവ് അൾട്രാ ഫിൽറ്റർ ഉണ്ടാവില്ല. അപ്പോൾ വേണ്ടത്ര അളവ് അൾട്രാ ഫിൽറ്റർ ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വേസ്റ്റ്, അതായത് മെറ്റബോളിക് വേസ്റ്റ് വേണ്ട അളവിൽ നീക്കം ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ദാറ്റ് ഈസ് ഡേഞ്ചറസ്. അപ്പോൾ അത് സംഭവിക്കാൻ പാടില്ല. അതായത് ഗ്ലോമറുലാർ ഫിൽറ്റർ, നമ്മുടെ ജനറൽ ബ്ലഡ് പ്രഷർ കുറഞ്ഞാലും ഗ്ലോമറുലാർ പ്രഷർ നോർമലാക്കി, അല്ലെങ്കിൽ അത് വേണ്ടത്ര അളവിൽ നിലനിർത്തേണ്ടത് ആവശ്യമാണ്.
അതെങ്ങനെയാണ് കിഡ്നി സാധിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിന് സഹായിക്കുന്ന ഒരു സ്പെഷ്യൽ സ്ട്രക്ചർ നമ്മുടെ കിഡ്നിയിലുണ്ട്. അത് നമ്മൾ പറയുന്നത് JGA എന്നാണ്. JGA, ജക്സ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ്. എന്താണ് JGA? ജക്സ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ്. ജക്സ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ്, JGA എന്നാണ് പറയുന്നത്. എന്താണ് ഈ JGA എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഗ്ലോമറുലസ്, ഇതാണ് ബോമാൻസ് ക്യാപ്സ്യൂൾ. This is the Bowman's capsule. Okay, and this is the I am drawing like this. This is the this is the afferent arteriole, and this is the glomerulus, and this is the efferent arteriole. Okay, and this is the, suppose this is the DCT, PCT, proximal convoluted tubule. This is the descending limb. And direction of the mighty and okay. Direction of the mighty nerve. This is the descending limb, and this is the Henle's loop. The Henle's loop, and this is the ascending, distal convoluted tubule. Distal convoluted tubule. ഇവിടെ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളും അഫറന്റ് ആർട്ടീരിയോളും തമ്മിൽ ചേരുന്ന ഭാഗത്ത് അങ്ങനെ ഒരു ഭാഗമുണ്ട്. അതായത് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളും അഫറന്റ് ആർട്ടീരിയോളും തമ്മിൽ കോണ്ടാക്റ്റിൽ വരുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ ഒരു സ്പെഷ്യൽ ടിഷ്യൂ രൂപം കൊള്ളുന്നു. A special tissue will be formed there. A special tissue is formed there. ആ സ്പെഷ്യൽ ടിഷ്യൂ നമ്മൾ പറയുന്ന പേരാണ് ജക്സ്റ്റാ ഗ്ലോമറുലാർ apparatus. So what is juxta glomerular apparatus? It's a special tissue formed at the point of contact. At the point of contact between afferent arteriole and distal convoluted tubule. അപ്പോൾ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളും അഫറന്റ് ആർട്ടീരിയോളും ചേരുന്ന ഭാഗത്ത് രൂപപ്പെടുന്ന ഒരു സ്പെഷ്യൽ ടിഷ്യൂവിനാണ് നമ്മൾ എന്ത് പറയുക, ജക്സ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, ജക്സ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ്. അപ്പോൾ ഈ ജക്സ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ് JGA ഒരു ഹോർമോൺ റിലീസ് ചെയ്യും. ആ ഹോർമോൺ നമ്മൾ പറയുന്ന പേരാണ് that hormone is called, so JGA releases a hormone called renin. Renin എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. And this renin, this hormone renin acts on a component in the blood called angiotensin. Angiotensin. എന്താണ് angiotensin? Angiotensin is a component in the blood. ബ്ലഡിലുള്ള ആൻജിയോടെൻസിൻ. അപ്പോൾ റെനിൻ അതിന്റെ മേലെ പ്രവർത്തിക്കുന്നു, ആൻജിയോടെൻസിന്റെ മേലെ പ്രവർത്തിക്കുന്നു. എന്നിട്ട് ആൻജിയോടെൻസിനെ എന്താക്കി മാറ്റുന്നു? ആൻജിയോടെൻസിൻ 1 ആക്കി മാറ്റുന്നു. ആൻജിയോടെൻസിൻ 1 is then converted to angiotensin 2. Angiotensin 2. ഈ ആൻജിയോടെൻസിൻ 2 എന്ന് പറയുന്നത് ഒരു വാസോ കൺസ്ട്രിക്ടർ. എന്താണ് വാസോ കൺസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ? ബ്ലഡ് വെസലിനെ കൺസ്ട്രിക്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ എന്ത് വിളിക്കാം? വാസോ കൺസ്ട്രിക്ഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ആൻജിയോടെൻസിൻ 2 എന്ന് പറയുന്ന ഒരു വാസോ കൺസ്ട്രിക്ടർ ആണ്. അത് ബ്ലഡ് വെസലിനെ ചുരുക്കും. ഇവിടെ ഇത് ചുരുക്കുന്നത് ഇഫറന്റ് ബ്ലഡ് വെസലിനെയാണ്. അപ്പോൾ ആൻജിയോടെൻസിൻ 2 ഇഫറന്റ് ബ്ലഡ് വെസലിനെ ഒന്ന് കൺസ്ട്രിക്റ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ എന്താ സംഭവിക്കുക? ഗ്ലോമറുലസിലെ പ്രഷർ കൂടും. അപ്പോൾ ഇത് സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് നമ്മൾ പറഞ്ഞത്? നമ്മുടെ ജനറൽ ബ്ലഡ് പ്രഷർ കുറയുമ്പോഴാണ്. അപ്പം ജനറൽ ബ്ലഡ് പ്രഷർ കുറഞ്ഞാൽ ഗ്ലോമറുലസിലെ പ്രഷറും കുറയും. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി, അത് സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബ്ലഡ് പ്രഷർ കുറഞ്ഞാലും ഗ്ലോമറുലസിലെ പ്രഷർ കുറയാതിരിക്കാനുള്ള സംവിധാനത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയുമ്പോൾ ജക്സ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ് റെനിൻ ഉൽപ്പാദിപ്പിക്കുകയും ആ റെനിൻ ആൻജിയോടെൻസിൻ
ഒരു ആൻജിയോടെൻസിൻ്റെ മേലെ പ്രവർത്തിക്കുകയും ആൻജിയോടെൻസിനെ ആൻജിയോടെൻസിൻ 1 പിന്നീട് ആൻജിയോടെൻസിൻ 2 മാറ്റി. അപ്പോൾ ആൻജിയോടെൻസിൻ 2 ഒരു വാസോ കൺസ്ട്രക്ടറാണ്. ദാറ്റ് കൺസ്ട്രക്ട്സ് ദ ഇഫറന്റ് ആർട്ടീരിയ. അപ്പോൾ ഇഫറന്റ് ആർട്ടീരിയ കുറച്ചുകൂടി ഒന്ന് ചുരുങ്ങി കഴിയുമ്പോൾ ഇതിലെ വരുന്ന ബ്ലഡിന് വീണ്ടും ഇതിൽ കുറച്ചുകൂടി പോകാൻ പറ്റാതെ വരികയും അപ്പോൾ എന്ത് സംഭവിക്കും? ഗ്ലോമറുലാർ പ്രഷർ കൂടുകയും ചെയ്യും. അതായത് കുറഞ്ഞ പ്രഷർ പഴയതുപോലെ ആവും. അപ്പോൾ നമ്മുടെ ബോഡി പ്രഷർ കുറഞ്ഞാലും ഗ്ലോമറസിലെ പ്രഷർ കൂടാതെ നോക്കാൻ സഹായിക്കുന്നു. ഓക്കെ, ഇതാണ് ഒരു വഴി. ഇനി റണിന് വേറൊരു ആക്ഷൻ കൂടി. റണിൻ ആക്ട്സ് ഓൺ അഡ്രീനൽ ഗ്ലാൻഡ്. അഡ്രീനൽ ഗ്ലാൻഡ്. അപ്പോൾ റണിൻ അഡ്രീനൽ ഗ്ലാൻഡിന്റെ മേലെ പ്രവർത്തിക്കുന്നു. അങ്ങനെ അഡ്രീനൽ ഗ്ലാൻഡിന്റെ മേലെ പ്രവർത്തിച്ചിട്ട് അഡ്രീനൽ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് ആൽഡോസ്റ്റിറോൺ. ഈ ആൽഡോസ്റ്റിറോൺ സോൾട്ടിന്റെ റീഅബ്സോർപ്ഷന് സഹായിക്കുന്നതാണ്. സോഡിയത്തിന്റെയും ഒക്കെ റീഅബ്സോർപ്ഷന് സഹായിക്കുന്നതാണ് ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ. അപ്പോൾ ഈ റണിൻ അഡ്രീനൽ ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, ആൽഡോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ആൽഡോസ്റ്റിറോൺ സോഡിയത്തെ ബ്ലഡിലേക്ക് ആഗിരണം ചെയ്യും. എവിടുന്ന്? അൾട്രാഫിൽട്രേറ്റിൽ നിന്നുള്ള അതായത് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിലുള്ള അൾട്രാഫിൽട്രേറ്റിൽ നിന്നും സോഡിയത്തെ ബ്ലഡിലേക്ക് റീഅബ്സോർബ് ചെയ്യുന്നു. അങ്ങനെ ബ്ലഡ് ഹൈപ്പർട്ടോണിക് ആയിട്ട് മാറുമ്പോൾ കൂടുതൽ വെള്ളം ആഗിരണം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ബ്ലഡിൻ്റെ വോളിയം കൂടുമ്പോൾ ബ്ലഡ് പ്രഷർ കൂടും. അപ്പോൾ കുറഞ്ഞ പ്രഷർ കൂട്ടാൻ സഹായിക്കും. അപ്പോൾ ഈ രണ്ട് മാർഗങ്ങളിൽ കൂടി കുറഞ്ഞ ബ്ലഡ് പ്രഷർ പുനഃസ്ഥാപിക്കാൻ ഗ്ലോമറസിൽ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ബ്ലഡ് പ്രഷർ കൂടിയാൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ബ്ലഡ് പ്രഷർ കൂടി കഴിയുമ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ ഏട്രിയം ഒരു ഫാക്ടർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ ഫാക്ടർ എന്ന് പറയുന്ന പേരാണ് ANF. ANF എന്ന് പറഞ്ഞാൽ ഏട്രിയൽ നാട്രി യൂററ്റിക് ഫാക്ടർ. ഏട്രിയൽ നാട്രി യൂററ്റിക് ഫാക്ടർ. ഇതാരും ഉൽപ്പാദിപ്പിക്കുന്നതാണ്? നമ്മുടെ ഏട്രിയം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അപ്പോൾ ബ്ലഡ് പ്രഷർ കൂടി കഴിയുമ്പോൾ ഏട്രിയം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറാണ് ഏട്രിയൽ നാട്രി യൂററ്റിക് ഫാക്ടർ, ANF. ANF ഒരു വാസോ ഡയലേറ്റർ. എന്താണ് വാസോ ഡയലേറ്റർ എന്ന് പറഞ്ഞാൽ? ബ്ലഡ് വെസലിനെ വികസിപ്പിക്കുന്നു. ഏത് ബ്ലഡ് വെസലിനെ വികസിപ്പിക്കുന്നു? ഇഫറന്റ് ബ്ലഡ് വെസലിനെ വികസിപ്പിക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കാം? കൂടുതൽ ബ്ലഡ് ഒഴുകി പോകാൻ സാധിക്കും, പ്രഷർ കുറയും. അപ്പോൾ നമ്മുടെ പ്രഷർ കൂടി കഴിയുമ്പോൾ ഗ്ലോമറസിലെ പ്രഷർ കൂടാനുള്ള സാധ്യതയുണ്ടല്ലോ, അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്ത് സംഭവിക്കുന്നത്? ANF ഇഫറന്റ് ആർട്ടീരിയോണിനെ ഒന്ന് വികസിപ്പിക്കും. അപ്പോൾ കുറെ കൂടി ബ്ലഡ് ഒഴുകി പോകുന്നത് കൊണ്ട് ഗ്ലോമറസിലെ പ്രഷർ കുറയും. അപ്പോൾ അത് കൂടാതെ സംരക്ഷിക്കാൻ സഹായിക്കും. ഓക്കെ, ഗ്ലോമറസിലെ പ്രഷർ കൂടിയാൽ എന്താ കുഴപ്പം? കൂടുതൽ അൾട്രാഫിൽട്രേറ്റ് രൂപപ്പെടുകയും അത് കിഡ്നിക്ക് ദോഷമുണ്ടാക്കുകയും ചെയ്യും. അത് മൊത്തം റീഅബ്സോർബ് ചെയ്യണം. വലിയൊരു വർക്ക് ലോഡാണ് കിഡ്നിക്ക് കൊടുക്കുക. അത് കിഡ്നിയുടെ പ്രവർത്തനത്തെ താളം തെറ്റിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പ്രഷർ കൂടിയാലും കുറഞ്ഞാലും ഗ്ലോമറസിലെ പ്രഷർ കൂടാതെയും കുറയാതെയും കിഡ്നി റെഗുലേറ്റ് ചെയ്യപ്പെടുക. ഇത് നമുക്ക് റെഗുലേഷൻ ഓഫ് കിഡ്നി ഫങ്ഷൻ എന്ന് പറയും. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.